പ്രേതങ്ങളെ കാണാനായിട്ട് ഈ ഹോണ്ടഡ് ഹൗസിലൊന്നും പോകണ്ട. നമ്മൾ റോഡിൽ ഇറങ്ങി നിന്നാൽ മതി പ്രേതങ്ങളെ കാണാം. സാറിന്റെ കണ്ണുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രേതത്തെ? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്നിൽ കൂടി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഒരുപക്ഷെ ഇവിടെയൊക്കെ നമ്മൾ നോക്കി ചിരിക്കുമായിരിക്കും ഓരോരുത്തർ, അല്ലേ? ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ഈ ഭാഗത്തൊക്കെ. എൻ്റെ സംശയം താങ്കൾ തന്നെ ഒരു പ്രേതമല്ലേന്ന്. അപ്പോൾ എനിക്കിട്ട് പോയി ഒരു ബസ് അതുവഴി പോയപ്പോൾ സുമതി ഒരു കൊച്ചിനെയും കയ്യിലെടുത്തുകൊണ്ട് ബസ്സിന് കൈ കാണിച്ചു. ബസ് നിർത്തി കഴിഞ്ഞ കണ്ടക്ടർ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പ്രേതമുണ്ടോ ഇല്ലയോ നിങ്ങൾ പറ, സത്യം പറ. നിങ്ങൾ ആരെങ്കിലും പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉടുത്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ നിറം എന്തായിരിക്കും? കാലിങ്ങനെ തറയെ ചവിട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ. ശരിക്കും പറയാറുണ്ട്, ഇത് തൂങ്ങിച്ചത്ത ആ മോഹൻ്റെ ആ വഴി പോരുത് കേട്ടോ, അയാൾ രാത്രി ഇറങ്ങും. അവിടെ ആ ട്രെയിൻ ഇടിച്ച് കിടക്കുന്ന രത്നമ്മ ഉണ്ടല്ലോ, രാത്രി ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേടിപ്പെടുന്ന കഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രേതങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പ്രേതങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? രാത്രിയിൽ ഇങ്ങനെ ജനൽ വഴി പാസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചേക്കുവാണ്. എന്തായാലും പ്രേതം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഇന്ന് ഉത്തരം കിട്ടും. പ്രേതങ്ങളെ ഇങ്ങനെ അരച്ച് കലക്കി കുടിച്ച് കുപ്പിയിലാക്കിയ ഒരു വലിയ വിദ്വാൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പ്രമുഖ പാരാസൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റും എന്തൊക്കെയോ എനിക്കറിയത്തില്ല, അമ്മാതിരി പഠിത്തമൊക്കെ ഉള്ള ഒരു വലിയ പ്രേത നിരീക്ഷകനായ ജോർജ് മാത്യു. എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ കൃത്യമായിട്ട് ഇതിനുള്ള ഉത്തരം കിട്ടും, പ്രേതം ഉണ്ടോ ഇല്ലയോ. പക്ഷേ വലിയ സാഹസം കേട്ടോ. അദ്ദേഹം താമസിക്കുന്നത് കാടൊക്കെ മൂടിയ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ്. അദ്ദേഹത്തിന് ചുറ്റും പ്രേതമുണ്ട്. സമയത്ത് അദ്ദേഹത്തിന് ആഹാരം കൊണ്ടു കൊടുക്കുന്നത് രത്നമ്മ എന്ന പ്രേതമാണ്, ചായ കൊണ്ടു കൊടുക്കുന്നത് മോഹിനി എന്ന് പറയുന്ന സുന്ദരിയായ പ്രേതമാണെന്നൊക്കെയാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. എന്തായാലും ആ പ്രേത ബംഗ്ലാവിലേക്ക് നമുക്ക് പോവുകയാണ്. പ്രേതം ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് പോയാലോ, ബാ. സാറേ, വല്ലാത്തൊരു ജന്മം കേട്ടോ, പറയാതിരിക്കും തരവില്ല. ഈ കൊടും കാടെന്നൊക്കെ പറഞ്ഞാൽ ഈ ടൗണിനടുക്കാണ് ഈ വീട്, ചുറ്റും വനത്തിൻ്റെ ഒരു ആംബിയൻസ് ആണ്. ഇതിനകത്ത് എങ്ങനെ താമസിക്കുന്നു അതാണ് ഞാൻ ചോദിക്കട്ടെ ആദ്യം. എങ്ങനെ താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ താമസിക്കുന്നുവെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ വരുന്നവർക്ക് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടിക്കുമോ, ഇതിനകത്ത് ഇനി പ്രേതമുണ്ടോ, സാറിനെ കാണുമ്പോഴത്തേന് പ്രേതത്തെ അഴിച്ചു വിട്ട് എന്നെ കൊല്ലുമോ എന്നൊക്കെയുള്ള ഭയമുണ്ട്. അങ്ങനെ പേടിക്കേണ്ട ആളാണോ ജോറ് സാറ്? പേടിക്കണമെങ്കിൽ പേടിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നു? മനുഷ്യവാസമൊന്നും ഇല്ല സ്ഥലത്ത്. ഒറ്റയ്ക്ക് കഴിയുന്നത് കൊണ്ടാണ് പേടിയില്ലാതെ കഴിയുന്നത്. അപ്പം ഞാൻ വെളിയിൽ നിന്ന് വരുമ്പോൾ കേട്ടിട്ടുണ്ട് സാർ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്ന പ്രേതങ്ങളാണെന്ന്. സമയത്ത് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് പ്രേതങ്ങളായിന്ന്? ആഹാരം ഞാൻ തന്നെ ആണ് വെച്ച് കഴിക്കുന്നത്. വെളിയിൽ അങ്ങനെയല്ല സംസാരം. രാവിലെ കള്ളിയാൻ കിട്ടി നീല ആഹാരം കൊണ്ടുവരും, ഉച്ചയ്ക്ക് വടയക്ഷി, വൈകുന്നേരം ചുടലയക്ഷി, അങ്ങനെ പല യക്ഷികളുമാണ് സാറിന് ആഹാരം കൊണ്ടുവരുന്നതൊക്കെ പറയുന്നത്. അതുപോലെ യാഥാർത്ഥ്യം ഉണ്ടോ? ഇങ്ങനെ ആളുകൾ പറയുന്നുണ്ട് എന്നത് ശരിയായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കേട്ടോ, വല്ലാത്തൊരു ഭീതിജനകമായിട്ടുള്ളൊരു വീടാണ്. കാരണം തൊട്ടപ്പുറത്ത് മെയിൻ റോഡാണ്, ഇപ്പുറത്ത് ഇങ്ങനൊരു വനമുള്ള ഒരു കാര്യം ഒരുപക്ഷെ നമുക്ക് അറിയത്തില്ല. കണ്ട് എല്ലാം ചെടികളൊക്കെ നിറഞ്ഞ ഒരു വല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ വീട്ടിൽ ജോറ് സാർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രേതങ്ങളെ പറ്റിയുള്ള നിരീക്ഷണവും പരീക്ഷണമായിട്ടൊക്കെ ഇവിടെ താമസിച്ചേക്കുമോ അല്ലേ? അപ്പോൾ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. പ്രേതം ഉണ്ടോ ഇല്ലയോ? പ്രേതങ്ങളെ ആളുകൾ കാണാറുണ്ട് എന്നുള്ളത് വാസ്തവാണ്. അതായത് ഈ പ്രേതങ്ങളെ പറ്റിയുള്ള അനുഭവങ്ങൾ ആളുകൾക്കുണ്ടാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതിന് പല വിശദീകരണങ്ങൾ സാധിക്കുമായിരിക്കും. എല്ലാത്തിനും ഒരേ വിശദീകരണമായിരിക്കണമെന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ മരിച്ചതിന് ശേഷം ആത്മാവ് എങ്ങോട്ട് പോകുന്നു? അന്തരീക്ഷത്തിലോട്ട് പോകുന്നു, ഭൂമിയിലോട്ട് പോകുന്നു, 14 ദിവസം ഇവിടെ ചുറ്റിക്കറങ്ങുമെന്നൊക്കെ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ സംഭവമാണെങ്കിൽ ഒരാളോട് വിളിച്ച് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അടിസ്ഥാന സാറിലേക്ക് വന്നത്. അങ്ങനെ 14 ദിവസമൊക്കെ പ്രേതം ഭൂമി അലഞ്ഞിരിഞ്ഞ് നടക്കുമോ? നമ്മളിപ്പോൾ എന്താണ്, നമുക്ക് ആത്മാവുണ്ടോ എന്നുള്ളത് ആദ്യം തീരുമാനിച്ചിട്ട് പോരെ മരിച്ചതിന് ശേഷം എന്താണെന്നുള്ളത്. അല്ല, സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എങ്ങനെയാണ് വ്യക്തമാവുന്നത്? ഓരോരുത്തർക്കും ഓരോ തരത്തിലാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് സാറിൻ്റെ അനുഭവത്തിൽ എന്താണ് അനുഭവിച്ചേക്കുന്നത്? പ്രേതത്തെ അടുത്തറിയാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? എൻ്റെ അനുഭവത്തിൽ മരിച്ചവരുടെ മെമ്മറി ചിലപ്പോൾ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഈ പ്രേതങ്ങളെ കാണാനായിട്ട് ഈ ഹോണ്ടഡ് ഹൗസിലൊന്നും പോകണ്ട. നമ്മൾ റോഡിൽ ഇറങ്ങി നിന്നാൽ മതി പ്രേതങ്ങളെ കാണാം. ഏത് പ്രേതങ്ങളെ? മനുഷ്യപ്രേതങ്ങളെ അതോ? അല്ല, മരിച്ച പ്രേതങ്ങളെ. അത് തിരിച്ചറിയത്തില്ലെന്നേ ഉള്ളൂ സാധാരണക്കാർ. അറിയത്തില്ലല്ലേ? ഇല്ല. അതെങ്ങനെ അറിയാൻ പറ്റും അത് പ്രേതങ്ങളാണെന്നുള്ളത്? അതായത് ഇപ്പം നമ്മളിങ്ങനെ കാറിൽ പോവുകയാണ്, അപ്പോൾ ഒരു രൂപ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. നമ്മൾ നഗ്ന നേത്രം കൊണ്ട് കാണാൻ ഒക്കത്തില്ല. നഗ്ന നേത്രം കൊണ്ട് തന്നെ കാണാൻ പറ്റുമോ? അത് കുറച്ച് കഴിഞ്ഞ് കൂടെ ഇരിക്കുന്ന ആളിനോട് ചോദിച്ചു, നിങ്ങളിപ്പം
ക്രോസ് ചെയ്ത ആളിനെ കണ്ടോന്ന്. അയാൾ പറഞ്ഞ് ഞാൻ അങ്ങനെ ഒന്നും കണ്ടില്ല. അപ്പോൾ അത് പ്രേതമാണെന്ന് മനസ്സിലാക്കി. നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അതെ. അല്ലേ? അപ്പോൾ ഈ വഴി കിടന്ന് വണ്ടി ഇടിച്ച് തൂങ്ങിച്ചത്തവരൊക്കെ റോഡിൽ ഉണ്ട്. അല്ല, അത് ചിലപ്പോൾ ടൈം സ്ലിപ്പായിരിക്കാം. പണ്ട് നടന്ന ഒരു സംഭവമായിരിക്കാം നമ്മൾ കാണുന്നത്. അത് ഈ അപകടങ്ങളൊക്കെ നടന്ന സ്ഥലത്ത് ഒരു സൈക്കിക് ഫീൽഡ് ഉണ്ടായിരിക്കാം. ആ ഫീൽഡ് നമ്മളും കൂടെ ഇൻട്രാക്ട് ചെയ്തായിരിക്കാം നമ്മൾ ഈ രൂപം കാണുന്നത്. അതിപ്പോൾ പ്രേതം അതുവഴി നടക്കുകയല്ല, പണ്ട് ഒരു നടന്നതിൻ്റെ ഇമേജ് നമ്മളിപ്പോൾ കാണുകയാണ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. സാറിൻ്റെ കണ്ണുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രേതത്തെ? ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്നിൽ കൂടി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് രൂപം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പണ്ടില്ല സിനിമയിലൊക്കെ പറയുന്നത് കാല് പൊക്കി മുടിയൊക്കെ താണു കിടക്കുന്ന ആ പ്രേതമാണോ അതോ എങ്ങനെയായിരിക്കും രൂപം? ഒന്ന് സാധാരണ മനുഷ്യൻ ഒരു മുണ്ടൊക്കെ മടക്കി കുത്തി തലയിൽ ഒരു കെട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു, വെളുത്ത. അയാളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇയാളങ്ങ് കംപ്ലീറ്റ് ക്രോസ് ചെയ്ത് പോകുന്നത് കാണുന്നില്ല. കുറച്ച് ദൂരം നടന്നങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഒരു സ്ഥലത്തെത്തി ചോദിച്ചപ്പോൾ എൻ്റെ കാറിലുണ്ടായിരുന്ന വേറൊരാൾ കാണുന്നില്ല, കണ്ടില്ലെന്ന് പറയുന്നു. അപ്പോൾ സാറ് മാത്രം കണ്ടു. തോന്നലാണോ സ്വപ്നമാണോ ഉറക്കമാണോ? വാസ്തവത്തിൽ എൻ്റെ അടുത്തിരുന്ന ഒരാളാണ് ആദ്യം കാണുന്നത്. അയാൾ പറഞ്ഞു ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കാറ് ബ്രേക്ക് ചവിട്ടി അയാളെ ഇടിക്കാതെ വെട്ടി ഒഴിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ സിനിമാ കഥയിലൊക്കെ വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് അതൊന്നും അല്ല, തലയെ കെട്ടും കിട്ടിയാണ് പ്രേതം ഇറങ്ങുന്നത്. അങ്ങനെയുണ്ട് രൂപത്തിൽ ഇറങ്ങുന്നത്. സാധാരണ രൂപത്തിലാണ് നടക്കുന്നത്. എങ്ങനെയാണോ ജീവിച്ചിരുന്ന ആ രൂപത്തിൽ പ്രേതം ഇറങ്ങുന്നത്. അതാണ് സത്യം. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രേതസങ്കല്പം സത്യം തന്നെയാണ്, ആളുകൾ കാണാറുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇപ്പോഴും ഒരുപക്ഷെ ഇവിടെയൊക്കെ നമ്മൾ നോക്കി ചിരിക്കുമായിരിക്കും ഓരോരുത്തർ അല്ലേ? ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ഈ ഭാഗത്തൊക്കെ. എൻ്റെ സംശയം താങ്കൾ തന്നെ ഒരു പ്രേതമല്ലേന്ന്. അപ്പോൾ എനിക്കിട്ട് പണിക്കായി. ഇപ്പം ഞാൻ ചത്ത് പ്രേതമായിട്ട് വന്നേക്കുവാണോ അല്ലേ? അല്ല, അതിപ്പോൾ എങ്ങനെ തീർച്ച പറയാൻ നോക്കും താങ്കൾ പ്രേതമാണോ ജീവനുണ്ടോ എന്ന് നോക്കത്തില്ല. ഇപ്പോൾ പ്രേതത്തോടാണോ സംസാരിക്കുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല, തീർച്ച പറയാൻ ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരിക്കും സാർ നേരത്തെ കണ്ടത്, അതോ പ്രേതം തന്നെ ആയിരിക്കാമോ തലയെക്കെട്ടുള്ളത്? അല്ല, അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ജീവനുള്ള മനുഷ്യനല്ല എന്നുള്ളത്. ഈ സുമതി വളവിലെ സുമതി മരിച്ചൊരു 19 വർഷമായി. സുമതിയുടെ പ്രേതം രാത്രി ഇറങ്ങും, മുടി അഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇറങ്ങുമോ രാത്രിയില്ലേ സുമതി പ്രേതം? അതൊക്കെ ഇപ്പോൾ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് അതുവഴി പോയി. അപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞു അത് ഇവിടെ ആക്സിഡൻറ്റ് ഒരുപാട് ഉണ്ടാകുന്നു, അത് ഇതെന്നൊക്കെ. പക്ഷേ ഈ സംഭവം ആദ്യമായിട്ട് ഉണ്ടായ ഇടയ്ക്ക് ഞാൻ അവിടെ പോയി ഒരുപാട് വർഷം മുമ്പ്. അന്ന് ആകെ ഉണ്ടായിരുന്നത് ഒരു ബസ് അതുവഴി പോയപ്പോൾ സുമതി ഒരു കൊച്ചിനെയും കയ്യിലെടുത്തുകൊണ്ട് ബസ്സിന് കൈ കാണിച്ചു. ബസ് നിർത്തി കഴിഞ്ഞ കണ്ടക്ടർ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ഇങ്ങനെ ഒരൊറ്റ സംഭവം മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകാറില്ല. ട്രാഫിക് വളരെ കുറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ സാറിൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് 2-3 തവണ കണ്ട വ്യക്തിയാണ്. അത് കൂടുതൽ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഒറിജിനലാണ് സാർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്? ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഭാവനാ സൃഷ്ടിയല്ല. അത് എന്താണെന്നുള്ളതിന് പല വിശദീകരണങ്ങൾ സാധിക്കുമായിരിക്കും. ചിലപ്പോൾ ടൈം സ്ലിപ്പായിരിക്കും, പണ്ട് നടന്ന ഒരു സംഭവമായിരിക്കും കാണുന്നത്. ചിലപ്പോൾ വേറൊരാളുടെ മനസ്സ് സൃഷ്ടിച്ച ഒരു രൂപമായിരിക്കും കാണുന്നത്. അങ്ങനെ പല രീതിയിലായിരിക്കും. ഈ പലരും പറഞ്ഞ ഈ തൂങ്ങിച്ചത്ത അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്ന വല്ലാത്ത രീതി മരിക്കത്തില്ലേ, ട്രെയിൻ ഇടിച്ച് വിഷം കുടിച്ച്, അവരുടെയൊക്കെ ആത്മാവ് ഈ ഭൂമി വിട്ടാൻ കുറേ താമസം എടുക്കുന്നു, ശരിയാണോ? ഗതി കിട്ടാതെ അലയുന്നൊക്കെ പറയത്തില്ല പ്രേതങ്ങൾ? ഇങ്ങനെയൊക്കെ അപകട മരണങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ഒരു സൈക്കിക് ഫീൽഡ് ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരുപാട് മരണങ്ങൾ നടന്നു ഈ യുദ്ധങ്ങൾ നടന്ന സ്ഥലം. അവിടെ സൈക്കിക്കായിട്ടുള്ള ഒരാൾ പോവുകയാണെങ്കിൽ അയാളും ആ ഫീൽഡും കൂടെ ഇൻറ്ററാക്ട് ചെയ്ത് അയാൾക്ക് പല വിചിത്ര അനുഭവങ്ങളും ഉണ്ടായെന്ന് വരാം. എങ്ങനെയുള്ളവരെ സാർ പ്രേതോട്ട് മാറുന്നത്? അതോടെ നിങ്ങൾക്ക് പറ. അങ്ങനെ സാർ കണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയുള്ളവരായിരിക്കും മാറാൻ സാധ്യതയുള്ളത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ആസ്ട്രൽ പ്രൊജക്ഷൻ ആയിരിക്കാം, ടൈം സ്ലിപ്പ് ആയിരിക്കാം, ഒരാളുടെ മനസ്സ് സൃഷ്ടിക്കുന്ന ഒരു രൂപമായിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും. ഇപ്പോൾ ഏറ്റവും വലിയ വിപ്ലവം നടന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയമായപ്പെട്ട ഒരു കൊലപാതകമാണ് ഒരു കുടുംബത്തിൽ മുഴുവൻ കൊന്നിട്ട് കേരള ജിൻസൻ്റെ ഒരു പ്രവൃത്തി. അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ പോലെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സംഭവം വളരെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സ് ശരിയാണോ, അവൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അയാൾക്ക് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നൊരു കാര്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഈ ഒരു തരത്തിലും വേറൊന്നും ചെയ്യാനില്ലാത്തവർക്ക്
ഇങ്ങനെ പാരാനോർമലായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ താല്പര്യം വരും. അത് അയാൾ വെറുതെ മനഃപൂർവ്വം ഒരു റാഷണലൈസേഷനായിട്ട് ഉപയോഗിച്ചു. കാരണം ഇവരുടെ എല്ലാം ആത്മാക്കൾ ഇങ്ങനെ ആസ്ട്രൽ ബോഡിയായിട്ട് പോകുമല്ലോ, അത് കാണാമല്ലോ എന്നൊക്കെ അയാൾ വെറുതെ പറഞ്ഞു. മനസ്സിന് തോന്നലായിരിക്കും അല്ലേ? അത് അയാളുടെ മനസ്സിൻ്റെ അതിന് ഒരു ന്യായീകരണം ഇവരെ കൊന്നതിന്. ഞാൻ ഒരുപാട് ആൾദൈവങ്ങളെടുത്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നിന്ന നിപ്പിലോട്ട് ആളങ്ങ് മാറുകയാണ്, എന്നിട്ട് പറയുകയാണ് നിൻ്റെ ദേഹത്ത് തൂങ്ങിച്ചത്ത മോഹൻ്റെ ആത്മാവ് കിടക്കുകയാണ്, അതുകൊണ്ടാണ് നീ പിച്ചുമ്പേയും പറയുന്നതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വെള്ളം തളിക്കുന്നു, ഈ മോഹനെ പിടിച്ച് പനി തിളയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആത്മാവ് കയറുമോ? ഇപ്പോൾ തങ്ങളുടെ ദേഹത്ത് ഇപ്പോഴേ കയറിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അല്ല, എൻ്റെ ഒരു സ്വാഭാവികമായിട്ട് ഒരുപാട് കാഴ്ചകൾ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? ഈ ഇതിനെ പൊസഷൻ സിൻഡ്രോം എന്നാണ് സൈക്കോളജി പറയുന്നത്. ബാധോപദ്രവം എന്ന് മലയാളത്തിൽ പറയും. അത് പല രീതിയിലുണ്ടാകാം. അത് ഹിസ്റ്റീരിക്കലായിട്ടുണ്ടാകാം. എന്തെങ്കിലും കടുത്ത മാനസിക പ്രശ്നമുള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു ആത്മാവ് കയറാനുള്ളൊരു സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിച്ച് പറയുമ്പോഴെന്തായിരിക്കും ഉത്തരം പറയുന്നത്? ഉണ്ടോ ഇല്ലയോ എന്ന് പറയാവുന്ന ഒരു കാര്യമല്ല ഇത്. അപ്പോൾ ഇപ്പോൾ മഴവില്ലുണ്ടോ ഇല്ലയോ താങ്കൾ മറുപടി പറയാം. മഴവില്ല് ഞാൻ കാണുന്നതുകൊണ്ട് ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഒരു 7 നിറം കണ്ടതുകൊണ്ട് അടിയിൽ പോയി നിന്ന് അതവിടെ ഉണ്ടോ? അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നൊരു തോന്നലുണ്ടല്ലോ. അതുപോലെയാണെങ്കിൽ പ്രേതമുണ്ട്. ശരീരത്തിലേക്ക് മറ്റുള്ള ഇത് കയറുന്നതും ഉണ്ട്. അത് എന്നും പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു അസമയമൊക്കെ ആകുമ്പോൾ വാതിൽ വന്ന് മുട്ടുക, ബഹളം ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ സാറിന്? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഒരു ബാധയും എടുക്കത്തില്ല. ഇവിടെ വേറെ ആളുകൾ വന്നിരിക്കുമ്പോൾ അനുഭവങ്ങളുണ്ട്. ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്നുമില്ല. വേറെ ആൾക്ക് പുറത്തുനിന്ന് വരുമ്പോൾ അവർക്ക് അനുഭവം ഉണ്ട്. അവർക്ക് എന്തായിരിക്കും അനുഭവം? അത് പല രീതിയിൽ. കുറേ താങ്കളെപ്പോലെ കുറേ ജേർണലിസ്റ്റ് വന്നിരുന്നപ്പോൾ ഒരാളുടെ മൊബൈലിൽ ഒരു ഓഡിയോ മെസ്സേജ് വന്നു. അത് ചീത്ത വിളിച്ചുകൊണ്ടുള്ള ഓഡിയോ മെസ്സേജാണ്. അപ്പോൾ ഇയാളെ മൊബൈൽ നോക്കിയപ്പോൾ അതിലിങ്ങനെ ഒരു മെസ്സേജ് വന്നതായിട്ട് ഒരു രേഖയില്ല. പക്ഷേ നമ്മളെല്ലാം കേട്ടതാണ് ചീത്ത വിളിക്കുന്നത്. ഇയാളെ ചീത്ത വിളിക്കുകയാണ്. അത് നമ്മൾ ഒരുപാട് ട്രേസ് ചെയ്ത് നമ്മൾ BSNL വിളിച്ചു, അവിടുത്തെ എഞ്ചിനീയറോട് ചോദിച്ചു. പക്ഷെ അതിനൊരു വിശദീകരണവും ഇല്ല. അപ്പം അങ്ങനെ ഒരു അനുഭവം. പിന്നെ വേറെ അനുഭവം എന്താ? ഒരുപാടുണ്ട്. ഒരാളിങ്ങനെ വന്ന് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പുറയിൽ ഒരു സ്ത്രീയുടെ അലർച്ച കിട്ടും. ഓയ്യോ. അപ്പോൾ അയാൾ ചോദിച്ചു ഈ വീട്ടിൽ സ്ത്രീകളുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിന്നെ ഒരു സ്ത്രീയുടെ അലർച്ച കേട്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും പറയണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞ അടുത്ത വീട്ടിലായിരിക്കും. സമാധാനപ്പെടുത്തി പേടിക്കേണ്ട വെച്ചു. അതെ, പേടിക്കണ്ടെന്ന് വിചാരിച്ചല്ല, ഇയാളുടെ തലയുടെ പുറയിൽ അല്ലേ ഇത് കേട്ടോ. പക്ഷെ അടുത്ത വീട്ടിൽ ഒരു സ്ത്രീ വിളിച്ചാൽ ഇവിടെ ഇങ്ങനെ കേൾക്കത്തൊന്നുമില്ല. അത് ഈ കൃത്യം ഇയാളുടെ തൊട്ടടുത്ത് വന്ന് വിളിച്ച പോലെയാണ് ഞങ്ങൾ രണ്ടുപേരും കേട്ടത്. ഇങ്ങനെ പഠിച്ച് പുറകെ നടന്നുകൊണ്ടിരിക്കുവാണ് സാർ പ്രേതങ്ങളുടെ? വിടത്തില്ല. അവസാനം ഉത്തരം കിട്ടുന്നവരെ അത് പഠിച്ചുകൊണ്ടേ ഇരിക്കും. അതെ, ഇപ്പൊ താങ്കൾ വന്നപ്പോഴാണ് പ്രേതം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്നെ കണ്ടപ്പോഴും. അതെ, അപ്പൊ ഞാൻ പ്രേതമാണ് സാറ് തോന്നുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ സാറിന്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം പ്രേതങ്ങളായിരിക്കും എന്നൊരു സങ്കല്പമായിരിക്കും അല്ലേ? അല്ല, താങ്കൾ മാത്രം. സാറിന്റെ ഒരു അടിപൊളി ഉത്തരമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഉത്തരം കിട്ടാത്തൊരു സമസ്യയാണ്. സാറിന് കൃത്യമായിട്ട് അങ്ങോട്ട് ഉത്തരം പറയുന്നില്ല. ഉണ്ടോ ഇല്ലയോ സാറിങ്ങനെ സാറിൻ്റെ നിഗമനവും പരീക്ഷണവും ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുവാണ്. എന്തായാലും സാറിനെ സമ്മതിക്കണം. ഈ വിജനമായ ഈ കാട്ടുപ്രദേശത്ത് നമ്മൾ സാറിന് എന്തിനെ പേടിക്കുന്നത്? ഇരുട്ടിനെ പേടിയുണ്ട്, കാടിനെ പേടിയുണ്ട്, പാമ്പിനെ പേടിയുണ്ട്. ഇതൊന്നും പേടിക്കാതെ ഇവിടെ കഴിയുന്ന സാറിനെ ഞാൻ നമിച്ചിരിക്കുന്നു. ഇത് താങ്കൾ പറഞ്ഞ ഒട്ടും ശരിയല്ല. ഈ പറഞ്ഞ എല്ലാത്തിനും എനിക്ക് പേടിയുണ്ട്. എനിക്ക് പേടിയില്ലാത്തത് പ്രേതം മാത്രമേ ഉള്ളൂ. പിന്നെ മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ പേടി. ഇല്ല, പകലാകുമ്പോൾ പ്രേതം ഇറങ്ങുന്നത് നമ്മൾ കേട്ടില്ല. രാത്രി ആകുമ്പോൾ ഈ പ്രേതം ഇറങ്ങുന്നത് രാത്രി അങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ടിട്ടുള്ള പ്രേതങ്ങൾ കൂടുതലും പകലാണ്. ഇപ്പൊ താങ്കളെ കൊമ്പം മീശയൊക്കെ വെച്ച് കയറി വന്നപ്പോൾ എനിക്ക് പേടിയാണ്. പ്രേതമാണെന്നല്ലേ? പകൽ സമയത്തും കയറി വരും. അതെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രേതമാണ് സാർ അങ്ങ് സമർത്ഥിക്കുക. അതെ. അപ്പോൾ ഈ പ്രേതം ഇവിടുന്ന് വിട ചൊല്ലുകയാണ്. ഇനി ഈ പ്രേതത്തിന് ശല്യം ഉണ്ടാവത്തില്ല. ഓക്കെ, എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുകയാണ്. ജോർജ് സാറിൻ്റെ രസകരമായിട്ടുള്ള പ്രേത സങ്കല്പം എന്നുള്ള വിശേഷം എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ അനുഭവമാവും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു രസകരമായിട്ടുള്ള സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും സാർ ഒരു പ്രേതത്തിൻ്റെ ടാറ്റ കൊടുത്തേ. ഒരു പ്രേത ടാറ്റ.